യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശോയെ, ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. യേശയ്യ 43:5-6 വചനത്തിലൂടെ ജോബ് 1:10, സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18 ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് സങ്കീർത്തനം 147:13 പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷണം നൽകണമേ. എഫേസ്യർ 1:7, റോമ 3:25-27, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, വെളിപാട് 12:11, 1 പത്രോസ് 1:18-19 വചനത്തിലൂടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യ 10:17 അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ബാറൂക്ക് 4:2, വെളിപാട് 12:1 അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്തിൽ ഹെബ്രായർ 1:7 അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാവൽ മാലാഖമാരോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവരുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊലോസസ് 2:5 ഈശോയെ എല്ലാ വിശുദ്ധരുടെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് അവരോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് ഈശോയെ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഖായേൽ മാലാഖയോടും ഗബ്രിയേൽ മാലാഖയോടും റഫാൽ മാലാഖയോടും ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെയിന്റ് ഫൗസ്റ്റീനോടും സെയിന്റ് ഫ്രാൻസിസ് അസീസിയോടും സെയിന്റ് തെരേസ ഓഫ് അവിലേനോടും സെന്റ് തെരേസ ഓഫ് ലിസ്യൂനോടും ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് അൽഫോൻസയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെയിന്റ് പാദ്രെ പിയോനോട് ചേർന്നും സെയിന്റ് പാട്രിക്കിനോട് ചേർന്നും സെയിന്റ് ജോൺ മരിയ വിയാനോട് ചേർന്നും സെയിന്റ് അൽഫോൻസ് ലിഗോരിയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് ആന്റണി, സെയിന്റ് ജോൺ, സെയിന്റ് പോളിനോട് ചേർന്ന് ഈശോയെ അങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ നിമിഷത്തിൽ ഞങ്ങൾ വിടുതലിന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അധികാര അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശയ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, സങ്കീർത്തനം 107:20, എഫേസ്യർ 6:17, ലൂക്ക 10:19, മർക്കോസ് 16:17-18 വചനത്തിലൂടെ ഈശോയുടെ അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വചനത്തിലൂടെ, അപ്പോസ്തലന്മാർ 4:12, റോമ 10:13, അപ്പോസ്തലന്മാർ 2:21, ജോയൽ 2:32, ഈശോയെ 1 കൊരിന്ത്യർ 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ പൗരത്വത്തിന്റെയും ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് മർക്കോസ് 3:14-15 ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 9:1-2 1 യോഹന്നാൻ 3:8 പ്രത്യേകമായ കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെയും ഈശോയെ അവരിൽ പ്രവർത്തിക്കുന്ന, ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന, കാലങ്ങളായി വിട്ടുപോകാത്ത എല്ലാ രൂപകളെയും കൂട്ടത്തോടെ എഫേസ്യസ് 2:2, എഫേസ്യസ് 5:6, യേശയ്യ 31, ഹല്ലേലൂയ. 1 സാമുവേൽ 15:23, ജെറമ്യ 11:8 അനുസരണക്കേടിന്റെ അരുവികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലമുറകളായിട്ട് കടന്നു വരുന്ന അരൂപികളെ, ദേശത്തിന്റെ അരൂപികളെ, എഫേസ്യസ് 3:5, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറൂക്ക് 4:35 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിൽ
ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, അഹങ്കാരത്തിന്റെ എല്ലാ തരത്തിലുള്ള അരൂപികളെ ഏശയ്യ 14:9 മുതൽ 4 വരെ വചനത്തിലൂടെയും, പ്രഭാഷകൻ 10:10 മുതൽ 18 വരെ വചനത്തിലൂടെയും, ജെറമ്യ 9:23 ഒബേദ്യ 3 ലൂക്ക 1:53 ജെറമ്യ 50:30-31 1 കൊരിന്ത്യർ 8:1-2 വചനത്തിലൂടെയും, എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ അരൂപികള്, യോഹന്നാൻ 7:17-18 വചനത്തിലൂടെയും, ആത്മപ്രശംസകളുടെ അരൂപികള്, യാക്കോബ് 4:16 സുഭാഷിതം 30:32 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വ്യഭിചാര ദുർഭൂത അരൂപികളെ മാധ്യമങ്ങളുടെ, ബന്ധങ്ങളുടെ, പരിചയങ്ങളുടെ, ഓർമ്മകളിലൂടെ, ചിന്തകളിലൂടെ, സ്പർശനങ്ങളുടെ, കേൾവിയിലൂടെ കടന്നു വരുന്ന ഈ അരൂപികളെ കൂട്ടത്തോടെ ഈശോയെ, ഹോസിയ 5:4-12 1 യോഹന്നാൻ 2:15-16 എസെക്കിയേൽ 20:7-8 2 പത്രോസ് 2:14 നാഹൂം 3:4 മത്തായി 5:28 പ്രഭാഷകൻ 9:28 ജോബ് 31:1 എസെക്കിയേൽ 23:14 എസെക്കിയേൽ 16:16 ലേവ്യർ 18 ലുള്ള എല്ലാ തരത്തിലുള്ള അവിശ്വസ്തതയുടെ ആരോപികള്, ഹെബ്രായർ 13:4 എസെക്കിയേൽ 33:26 ദാമ്പത്യ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ അശുദ്ധിയുടെ ആരോപികള്, റോമ 1:24 റോമ 26:27 എസെക്കിയേൽ 23:49 2 സാമുവേൽ 13:5 എസെക്കിയേൽ 23:17 റോമ 13:13 എല്ലാ തരത്തിലുള്ള വിഷയാസക്തികളുടെ ആരോപികള്, വശീകരണ ആരോപികള്, എസെക്കിയേൽ 23:35 എസെക്കിയേൽ 23:40 വെളിപാട് 2:20 എല്ലാ തരത്തിലുള്ള സമ്പർക്കത്തിലൂടെ കടന്നു വരുന്ന അരൂപികള്, ഇടപെടലുകളിലൂടെ കടന്നു വരുന്ന അരൂപികൾ, സംസാരത്തിലൂടെ കടന്നു വരുന്ന അരൂപികള്, കൂട്ടുകെട്ടുകളിലൂടെ കടന്നു വരുന്ന അരൂപികള്, ജ്ഞാനം 4:12 സങ്കീർത്തനം 50:18 1 കൊരിന്ത്യർ 15:33 സംഖ്യ 25:1 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ വേരുകളെ മത്തായി 15:13 എന്നേക്കുമായിട്ട് പിഴുതു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏശയ്യ 10:10 അവയെല്ലാം കത്തിച്ചാമ്പലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 12:14-15 വചനത്തോടെയും, അപ്പസ്തലന്മാർ 8:23 എഫേസ്യർ 4:31 കൊളോസ്യസ് 3:8 സങ്കീർത്തനം 109 3 മുതൽ 5 വരെ വചനത്തിലൂടെയും, 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെ വചനത്തിലൂടെയും, ഉൽപ്പത്തി 4:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള യേശുവേ, 1 തിമോത്തി 6:10 കൊളോസസ് 3:5 1 തിമോത്തി 6:5 ഹെബ്രായർ 13:5 ലൂക്ക 12:15 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അസൂയ വിഗ്രഹങ്ങൾ, അസൂയ സ്വഭാവങ്ങളെ, അസൂയ സംസാരങ്ങളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3:3 യാക്കോബ് 3:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള അലസതയുടെ സ്വഭാവ രീതികളും അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാതെ, ആത്മീയ വളർച്ചയ്ക്ക്, കൃപയിലുള്ള വളർച്ചയ്ക്ക് അധ്വാനിക്കാതെ മാറി നിൽക്കുന്ന സ്വഭാവ പ്രകൃതികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭോജനപ്രിയ അരൂപികള്, ഫിലിപ്പിയ 3:19 റോമ 16:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 12:3 പൈശാചിക ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള വ്യാജ അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ വെളിപാട് 13:14 വചനത്തിലൂടെയും, വെളിപാട് 16:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. വെളിപാട് 19:20 എല്ലാ വ്യാജ പ്രവാചകരുടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈശോയെ, ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പെരുന്നാളുകളുടെ ഇടയിൽ കാണുന്ന എല്ലാ മദ്യപാനത്തിന്റെ അരൂപികള്, ഒത്തിരി പേർ അതിന്റെ അടിമത്തത്തിലാണ് ഈശോയെ. അവരെല്ലാം അതിന്റെ കാരണമായ ആന്തരിക മുറിവുകളിൽ നിന്ന് സൗഖ്യപ്പെടുത്തി അതിന്റെ മേലെ കയറിയിട്ടുള്ള എല്ലാ അരൂപികളെയും
ഏഷ്യ 5:11-12 ഏഷ്യ 28:1-7 വചനത്തിലൂടെയും ജെറമിയ 48:26 ജെറമിയ 51:7 ജോയൽ 1:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. യോഹന്നാൻ 8:44 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. 2 കൊരിന്ത്യർ 11:3 അരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 11:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഗലാത്യ 1:6-7 വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:4-5 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവസ്നേഹത്തിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമ 5:5 പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. കൊളോസസ് 4:3 ഈശോയെ, വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് ഓരോരുത്തർക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. മഹത്വം, മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും. ഏശയ്യ 66:2 ഏശയ്യ 66:2 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുക. ഹെബ്രായർ 11:27. ഹെബ്രായ 11:27 രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ഉൽപ്പത്തി 1:26. ഉൽപ്പത്തി 1:26 ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴിയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് വളരെ വ്യത്യസ്തമായിട്ടാണ്. മറ്റ് സൃഷ്ടികളെ പോലെയല്ല. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ഒപ്പം എല്ലാ ആധിപത്യവും നൽകുകയാണ് ചെയ്യുന്നത്. ഈ ആധിപത്യത്തെ സ്വന്തമാക്കാനാണ് പിശാച് പരിശ്രമിച്ചത്. അതില് മനുഷ്യന്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് അവൻ വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവന് ഈ ലോകത്തിന്റെ മേലുള്ള വ്യാജമായ ആധിപത്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവന്റെ ശക്തി പലയിടത്തും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5:19. 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. മത്തായി 4:9. മത്തായി 4:9 നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്കു ഞാൻ നൽകും. ഈ സാന്നിധ്യം ലോകത്തിൽ ഉള്ളതുകൊണ്ടാണ് പലതരത്തിലുള്ള അന്ധകാര പ്രവൃത്തികളും സ്വാധീനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക. വചനത്തിന്റെ പ്രകാശം മനുഷ്യന് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകുന്നത്. അതാണ് 2 കൊരിന്തോസ് 4:4 നാം വായിക്കുന്നത്. 2 കൊരിന്തോസ് 4:4 ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ദൃശ്യമാകാതെ പോകുന്നത്
സൃഷ്ടികളിലേക്ക് മനുഷ്യന്റെ കണ്ണുകൾ പതിക്കുന്നത് കൊണ്ടാണ്. അതാണ് ജ്ഞാനം 13:2 നാം വായിക്കുക. ജ്ഞാനം 13:2. അഗ്നി, വായു, കാറ്റ്, നക്ഷത്രവലയങ്ങൾ, ക്ഷോഭിച്ച സമുദ്രം, ആകാശ തേജസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി. ഈ കരുതലാണ് വരുന്ന ചതി. കാരണം ഇതിന്റെ പുറകെ മനുഷ്യൻ പോകുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഭയം, അപ്പോൾ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ദേവനിൽ നിന്ന് സ്വീകരിക്കുക. നമ്മുടെ പാട്ടുകളിലെല്ലാം കാണുന്ന ഒരു വാക്കുണ്ട്, ഭഗവാൻ. ഇതിന്റെ അർത്ഥം എന്താണെന്നും നാം മനസ്സിലാക്കാറില്ല. അത് ഈ ലോകത്തിന്റെ ദേവന്റെ പേരുകളാണ്, പഞ്ചഭൂതങ്ങളിലുള്ള കാര്യങ്ങളാണ് അതിൽ ഓരോ അക്ഷരങ്ങളും പറയുന്നത്. ബ ഭൂമി, ഗ ഗഗൻ, വ വായു, ആ അഗ്നി, ന നീര്. ഇവയെല്ലാം വീണ ദൂതന്മാരുടെ സ്വാധീനങ്ങളിലൂടെ അതിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ ഭയപ്പെടുകയോ അതിൽ നിന്ന് എന്തെങ്കിലും നേടാനായിട്ട് പോകുന്ന ഒരു ജീവിത ശൈലിയുള്ള അനേകരുടെ ഇടയ്ക്കാണ് നാം ജീവിക്കുന്നത്. ആ ജീവിക്കുന്നതിന്റെ ഇടയ്ക്കൽ നമ്മുടെ വിശ്വാസം നമുക്ക് ദൈവം തന്നിട്ടുള്ളതിനെ എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും? വളരെയേറെ വിശ്വാസത്തിലാണെന്ന് പറയുകയും എന്നും കുർബാനയ്ക്ക് പോകുന്നവർ പോലും മക്കളുടെ പ്രസവ സമയമാകുമ്പോൾ ദിവസം മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്രമാത്രം വചനത്തിലാണ് നമ്മുടെ ദൈവമക്കൾ എന്ന് ഇതൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അവരറിയാതെ പോകുന്നത്, അവര് ലംഘിക്കുന്നത് വചനങ്ങളാണെന്ന് അറിയുന്നില്ല. അതാണ് ഗലാത്യ 4:9-10. ഗലാത്യ 4:9-10. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിനുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത്, ഒരിക്കൽ കൂടി അവയുടെ സേവകരാകുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. ഇവയെല്ലാം നിമിത്തങ്ങളാണെന്നും അതിന്റെ പുറകെ പോകണ്ട എന്നൊക്കെ അറിയണമെങ്കിൽ വചനത്തിൽ വേര് വേണം. ജെറമ്യ 10:2. ജെറമ്യ 10:2. കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്, ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയും അരുത്. ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികള് സൃഷ്ടികളായ ജീവജന്തുക്കൾ ആരാധിക്കുന്നുണ്ട്. അതിനെയും ഭയപ്പെട്ട് അതിനും പൈസ കൊടുക്കുന്ന ഒത്തിരി ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കാണ് നാം വിശ്വാസം കാത്തുകൊള്ളുന്നത്. ജ്ഞാനം 11:15. ജ്ഞാനം 11:15. സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരിയക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. അതുപോലെ തന്നെ വീണ ആത്മാക്കളെ, ദൂതന്മാരെ ആരാധിക്കുന്നുണ്ട്. സ്വർഗീയ ദൂതന്മാരെ പോലും ആരാധിക്കാൻ പാടില്ല, വണങ്ങാനേ പാടുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ ഇടയ്ക്കാണ് വിശ്വാസത്തിൽ ജീവിക്കേണ്ടത്. കൊളോസസ് 2:18. കൊളോസസ് 2:18. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദേവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസ്യമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. വെളിപാട് 22:8-9. വെളിപാട് 22:8-9. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു.
ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കുവാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുക, അതാണ് സ്വർഗീയ ദൂതന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. വീണ ദൂതന്മാര്, അതിനോട് പങ്കാളിത്തമുള്ളവര്, അവരെ ആരാധിക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യര് ഈ മാലാഖമാരെ ആരാധിക്കാൻ പോകുന്നത്? അവിടെയും ഈ ശക്തി ആവസിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് കർത്താവ് എന്ന വ്യക്തിയൊന്നല്ല അവിടെ പ്രധാനപ്പെട്ടത്. ഈ ശക്തിയിലൂടെ എന്തൊക്കെയോ ഈ ലോകത്തിൽ നേടാനുണ്ട്. ശരിയാണ്, എല്ലാ സ്വർഗീയ ദൂതന്മാർക്കും വലിയ ശക്തിയുണ്ട്. നമുക്ക് ഏഷ്യ 37-36 അത് അറിയാവുന്നതാണ്. ഏഷ്യ 37:36 കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇവരുടെ ശക്തിയൊന്നും വീണതുകൊണ്ട് തിരിച്ചെടുത്തിട്ടില്ല. അങ്ങനെയല്ല ദൈവത്തിന്റെ രീതികൾ. അതാണ് നമുക്ക് റോമ 11:29 കാണാൻ സാധിക്കുക. റോമ 11:29 എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഇവയ്ക്കെല്ലാം ശക്തികളുണ്ടെന്ന് ഈ വീണ ദൂതന്മാരെ കുറിച്ച് ജോബിനോട് ദൈവം പറയുന്നുണ്ട്. അതിനെ ബന്ധിക്കാനുള്ള ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ജോബിന്റെ പുസ്തകം 38-31-32 നാം വായിക്കാം. ജോബ് 38:31-32 കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ? സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ? കുലവിഗ്രഹങ്ങളെ വെച്ച് പൂജിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതിലൂടെയും ചില പൈശാചിക ശക്തികൾ വരുന്നുണ്ട്. സക്രിയ 10:2 സക്രിയ 10:2 കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലമ്പുന്നു, ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു, സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പീഡനമേറ്റ് അലയുന്നു. ഈ ഒരു മാർഗത്തിലൂടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് പല സേവകളുടെ പുറകെ പോകുന്നവരുണ്ട്, ക്രിസ്ത്യാനികൾ തന്നെ. അതിലാണ് തൃശ്ശൂർ അടുത്തുള്ള ചാത്തൻ സേവയുടെ അടുത്തേക്ക് പോകുന്ന കുറെ പേരുണ്ട്, ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ ഒരു തരം കൂട്ടം മനുഷ്യര് ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ മനുഷ്യ ആത്മാക്കളെ ആരാധിക്കുന്നവരുണ്ട്. അതിലൂടെയും ഒത്തിരിയേറെ പൈശാചിക ശക്തികളാണ് കടന്നു വരുന്നതെന്ന് അറിയാതെ പോകുന്നുണ്ട്. ജ്ഞാനം 14:15-20 വരെയുള്ള വചനം. ജ്ഞാനം 14:15-20 അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും തന്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഒരു ദുരാചാരം നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു. വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ട് വണങ്ങി സ്തുതിക്കാൻ ഇച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി. രാജാക്കന്മാർ അകന്നു ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങുവാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിന്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായ ബിംബം ഉണ്ടാക്കി. അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദൃശ്യനെങ്കിലും അടുത്തുള്ളവനെ പോലെ അവനെ സ്തുതിച്ചു. ക്രമേണ ഉത്കർഷേച്ഛുവായ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കുവാൻ ഉത്സാഹിച്ചു. രാജാവിനെ പ്രസാദിപ്പിക്കാനാവാം അവൻ രാജാവിന്റെ രൂപം കൂടുതൽ സുന്ദരമായി ഉണ്ടാക്കുവാൻ കൗശലം കാണിച്ചത്. ശില്പത്തിന്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പം മുമ്പ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു. ഇവയെല്ലാം മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയാണെന്നാണ്
ജ്ഞാനം 14:21 നാം വായിക്കാം. ജ്ഞാനം 14:21. ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു. നിർഭാഗ്യത്തിന്റെയോ രാജാധികാരത്തിന്റെയോ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒരിക്കലും വിളിക്കുവാൻ പാടില്ലാത്ത പേരു നൽകി. ഇതിന്റെ എല്ലാം സ്വാധീനങ്ങള് പരമ്പരാഗത ക്രിസ്ത്യാനികളാണ് പുറമെ പറയുകയും, പക്ഷെ വിശ്വാസ തലത്തില് ഒരു സേവയുണ്ട്. കുഴിമാട സേവ, കാപ്പിരി സേവ, കടമറ്റത്തെ സേവ. എവിടെയാണ് നമ്മുടെ വിശ്വാസം എത്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ ഇതര വിശ്വാസ സംഹിതയിലുള്ള അവരുടേതായ രീതികളിൽ നിന്ന് കുടിയിരുത്തുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഹോസിയ 4:13. ഹോസിയ 4:13. ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു. കുന്നിന്മേലും കരുവേലകത്തിന്റെയും പുന്നിയുടെയും ആലിന്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു. അവയുടെ തണൽ സുഖം നൽകുന്നു. നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു. നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. ഇതെല്ലാം മൃത സന്ദേശങ്ങൾ നേടുന്നതാണ്. അതിനെക്കുറിച്ച് നിയമാവർത്തനം 18:11 നാം വായിക്കുന്നുണ്ട്. നിയമാവർത്തനം 18:11. വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഏശയ്യ 8:19. ഏശയ്യ 8:19. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. ആത്മീയ പരിശുദ്ധാത്മ കൃപയിൽ വളർന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് സന്ദേശങ്ങൾ കിട്ടാതെ വരുമ്പോ ഇത്തരം സന്ദേശങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരിലെല്ലാം കടന്നുകൂടുന്നത് സാവൂളിന് സംഭവിച്ച അതേ കാര്യങ്ങളാണ്. സാവൂള് മന്ത്രവാദിനിയുടെ അടുത്ത് പോകുന്നുണ്ട് സന്ദേശങ്ങൾ കിട്ടാതെ വരുമ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. 1 സാമുവേൽ 28:13. 1 സാമുവേൽ 28:13. രാജാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ എന്താണ് കാണുന്നത്? അവൾ പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു. സൃഷ്ടാവിനോട് പൂർണ്ണ സ്നേഹവും പൂർണ്ണ ആരാധനയും ഇല്ലാതെ വന്നാലേ സൃഷ്ടിയോടുള്ള സ്നേഹം വികലമാകും. എത്രമാത്രം നാം ജീവിക്കുന്ന ലോകത്ത് നാം കാണുന്ന മൃഗസ്നേഹികള്, പരിസ്ഥിതി സ്നേഹികള്, മനുഷ്യ സ്നേഹികള്, സാമൂഹിക സ്നേഹികള്, സൃഷ്ടാവിന് സ്ഥാനം കൊടുക്കാതെ ഈ ഏത് സ്നേഹമാണെങ്കിലും അത് നവവിജാതീയ ജീവിത ശൈലിയാണെന്ന് വിവേചിക്കാനുള്ള ആത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നടക്കണം. ഒത്തിരിയേറെ നവവിജാതീയ ജീവിത ശൈലികളെ വളരെ നല്ലതാണെന്നുള്ള രീതിയിൽ ആണ് സമൂഹത്തിലേക്കും സഭയിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുന്നത്. അവിടെയാണ് നാം കാണാൻ സാധിക്കുക, ക്രിസ്തു ഇല്ലാത്ത സഭയും സഭയില്ലാത്ത ക്രിസ്തു എന്ന വളരെ സീക്രട്ട് ആയിട്ടുള്ള കുറെ സൊസൈറ്റികളുണ്ട്. ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ തന്ത്രപരമായിട്ട് നടത്തുന്ന നീക്കങ്ങളുണ്ട്. അത് വളരെ വലുതായിട്ടങ്ങ് തോന്നും. അപ്പൊ അതിലേക്കും മനുഷ്യൻ കടന്നു പോവാണ്. അതുപോലെ വേറൊരു സംവിധാനമാണ് നോൺ ഡിനോമിനേഷണൽ ചർച്ച് എന്ന് പറഞ്ഞിട്ട്. അത് ഇതിൽ വരുന്നതാണ്. സഭയില്ലാത്ത ക്രിസ്തു സ്നേഹികള്.
അവരെന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ ചില ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ ഇടയ്ക്കും വരും. ഇവിടെയെല്ലാം നാം അറിയേണ്ട ഒരു വചനമുണ്ട്. ചിലപ്പോ എല്ലാവർക്കും നന്നായി തോന്നുകയാണെങ്കിൽ കർത്താവ് നോക്കിയിട്ട് ഒരു വചനം പറയുന്നുണ്ട്, അത് നമ്മളോട് നോക്കി പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശരിയാണ്, മാനുഷികമായിട്ട് സഭയിലെ അംഗങ്ങൾക്ക് ചില പരിമിതികളും പോരായ്മകളും ദുർബലതകളും ഉണ്ട്. പക്ഷേ അദൃശ്യമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെയും കൂടി എടുത്തു കളയാനാണ് തന്ത്രപൂർവമായിട്ട് പിശാച് ഇതിലൂടെ പ്രവർത്തിക്കണേ എന്ന് അറിയാനുള്ള വിവേചനമില്ലെങ്കിൽ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ലൂക്ക 16:15. ലൂക്ക 16:15. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. അതാണ്, മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ഏതാണ് നികൃഷ്ടമെന്നും ഏതാണ് ഉത്കൃഷ്ടമെന്നും സൃഷ്ടാവിനെ പൂർണ്ണമായി സ്നേഹിച്ചാലേ നമുക്ക് ബോധ്യമാവുള്ളൂ. സൃഷ്ടാവിനെ പൂർണ്ണമായി സ്നേഹിച്ചാൽ സൃഷ്ടിയെയും അതുപോലെ ഓരോ മനുഷ്യജീവിയെയും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തില്, സൃഷ്ടാവ് ആഗ്രഹിക്കുന്ന വിധത്തില് സ്നേഹിക്കാനും സാധിക്കും. ഇതിനൊക്കെ നമുക്ക് കർത്താവിന്റെ മനസ്സറിയണം. അതാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, കർത്താവിന്റെ മനസ്സറിയാം. നമ്മൾ ഏതെങ്കിലും അറിവ് നേടിയതുകൊണ്ട് കാര്യമില്ല, കർത്താവിന്റെ മനസ്സറിയണം. അതാണ് 1 കൊരിന്തോസ് 2:15 വരി. 1 കൊരിന്തോസ് 2:15. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. 16 വായിച്ചു. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിന്റെ മനസ്സറിയണമെങ്കിൽ നമുക്ക് പൂർവികര് പകർന്ന വിശ്വാസം എന്താണെന്നും കൂടി അറിയണം. അതാണ് ഹെബ്രായരുടെ ലേഖനം 11-ാം അധ്യായം നമ്മൾ കൂടെ ധ്യാനിക്കണം. പൂർവികര് നമുക്ക് പകർന്നു തന്നിട്ടുള്ള വിശ്വാസം എന്താണ്? ഹെബ്രായർ 11:1. ഹെബ്രായ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇവിടെ നാം പ്രത്യേകമായിട്ട് മോശയെ കുറിച്ചൊന്ന് ധ്യാനിക്കാം. അല്ലെ, ഹെബ്രായർ 11:23. ഹെബ്രായ 11:23. വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വച്ചു. എന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു. രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. ഒരാളുടെ വിശ്വാസത്തിന്റെ ആഴമാണ് പിശാചിനെ പൂജിക്കുന്ന ആരാധിക്കുന്ന വ്യക്തികള് നൽകുന്ന കൽപ്പനകളെ സ്വീകരിക്കണോ വേണ്ടേ എന്ന് അവർ തീരുമാനിക്കുന്നു. അല്ലാതെ ഗവൺമെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോവുക എന്നുള്ളത്, അതിന് കുറെ ദൈവവചനം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പസ്തോല നടപടി 4:19. അപ്പസ്തോല പ്രവർത്തനം 4:19. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. അപ്പസ്തോല നടപടി 5:29. അപ്പസ്തോല നടപടി 5:29. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ഹെബ്രായർ 11:24. ഹെബ്രായ 11:24. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു.
ചിലപ്പോൾ വലിയ സ്ഥാനങ്ങൾ കിട്ടാം. ദൈവത്തെ ഒന്ന് നിഷേധിച്ചാൽ മതി. ഈശോയുടെ മുമ്പിലും പിശാച് വന്ന് പറഞ്ഞില്ലേ? ഈശോയുടെ മുമ്പിൽ വന്ന് പറയാമെങ്കിൽ നാം സാധാരണ മനുഷ്യരുടെ മുമ്പിൽ എന്തെല്ലാം കൊണ്ടുവന്ന് വെക്കാൻ പറ്റും? വിശ്വാസം മൂലം നാം ജീവിതത്തിൽ എന്തെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? നിഷേധിക്കപ്പെടുന്നതല്ല, നിഷേധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇതൊക്കെ നമ്മൾ ആത്മാവിൽ ചോദിക്കണം. അല്ലാതെ നമ്മള് കൈകൊട്ടി ഹാലുലിയ പറഞ്ഞുകൊണ്ടൊന്നും ദൈവത്തിന്റെ മഹത്വമില്ല. ദൈവഹിതം പൂർത്തിയാക്കുമ്പോഴാണ് ദൈവ മഹത്വം ഉണ്ടാകുന്നത്. അതിന്റെ പ്രകടനമാണ് ഹല്ലേലൂയ. ഹെബ്രായർ 11:26. ഹെബ്രായ 11:26. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനകൾ, അപ്പുറത്ത് ഈജിപ്തിലെ നിധികള്. ഈജിപ്തിലെ നിധികൾ എന്ന് പറയുന്ന സംഭവം ഇന്നുണ്ട്. ഈ ലോകം വളരെ വിശാലമാണ്. ഈ ലോകം വിശാലമായതില് കൊടുക്കുന്നത് ഇത്തരം നിധികളാണ്. ഈജിപ്തിന്റെ നിധികള്, ലൗകിക നിധികള്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണ് വെക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ പ്രതി സഹിക്കേണ്ടി വരും നിന്ദനകൾ. അത് എങ്ങനെ എന്നുള്ളതാണ് ഹെബ്രായർ 11:27 നാം വായിക്കുക. ഹെബ്രായ 11:27. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ അവൻ സഹിച്ചു നിന്നു. അദൃശ്യനായവനെ ദർശിച്ചെന്ന പോലെ അവൻ സഹിച്ചു നിന്നു. 2 കൊറിന്തോസ് 4:18. 2 കൊറിന്തോസ് 4:18. ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം, കാഴ്ചയിലല്ല എന്ന് പൗലോസ്ലിയ പറയുന്നത്, നമ്മളിലും മാംസം ധരിക്കാൻ തുടങ്ങുന്നത്. 2 കൊറിന്തോസ് 5:7. 2 കൊറിന്തോസ് 5:7. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പൊ നല്ല ധൈര്യം വരും. അപ്പൊ പല മനുഷ്യർക്കും ഒരു ധൈര്യവും ഇല്ല. അതിന്റെ കാരണം എന്താണ്? കാഴ്ചകളിൽ അവർ ദുർബലരായി. ഈ ലോകത്തിന്റെ ദുർബലമാക്കുമെന്ന് നാം വചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ സംഭവിക്കും. റോമ 1:17. റോമ 1:17. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഹബക്കൂക്ക് 2:4. ഹബക്കൂക്ക് 2:4. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും. യോഹന്നാൻ 20:29. യോഹന്നാൻ 20:29. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 1 പത്രോസ് 1:8. 1 പത്രോസ് 1:8. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. ഇതുപോലെ അദൃശ്യനായവനെ ദൃശ്യനായെന്ന പോലെ വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുകയും ദൈവമഹത്വം നാം കാണാൻ തുടങ്ങുകയും ചെയ്യുന്നത്. എഫേസസ് 1:18. എഫേസസ് 1:18. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും
വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അത് വിശുദ്ധനായ സ്റ്റീഫൻ ഉണ്ടായിരുന്നു. അതാണ് അവസാന നിമിഷം നാം വായിക്കുന്നത് അപ്പസ്തോലനോട് 7:55. അപ്പസ്തോല നടപടി 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പസ്തോല നടപടി 2:25. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലത്തുവശത്തുണ്ട്. ഹെബ്രായർ 12:2. ഹെബ്രായ 12:2. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശുക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. സങ്കീർത്തനം 16:8. സങ്കീർത്തനം 16:8. കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ ജീവിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.